ഞാനൊരു കാര്യം പറയട്ടെ. ഇന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് ഇതിനൊന്നൊരു പുതിയ വാർത്തയല്ല. എത്ര പേർ കൊഴിഞ്ഞു പോയാലും അതിന് 10 മടങ്ങായി പുതിയ നിര കേരളത്തിൽ ഇന്ത്യയിലും കോൺഗ്രസ്സിൽ വരും എന്നുള്ളത് കൊണ്ടാണത്. ഞങ്ങൾക്കതുകൊണ്ട് ഒരു പേടിയില്ല. ഈ ഒരു ദുർഭരണത്തിനെതിരായിട്ടുള്ള, ഈ ഒരു ഫാസിസ്റ്റ് ഭരണത്തിനെതിരായിട്ടുള്ള പോരാട്ടം എന്ത് വില കൊടുത്തും മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും CBIയും ഏജൻസികളും ഒരു ഭാഗത്തും, ഇന്നലെ ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് പണം കൊടുത്തിട്ട് വാങ്ങുന്നു. ഇതൊക്കെ കൊണ്ട് ആളുകളെ അവർ ഇന്നലെ വരെ ഏറ്റവും കൂടുതൽ എതിർത്ത ആളുകളെയാണ് അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാഷിംഗ് മെഷീനായിട്ട് BJP മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പം കോൺഗ്രസിനകത്ത് ഞങ്ങൾ ഇപ്പം ഈ കോൺഗ്രസ് മാത്രമല്ല, എല്ലാ പാർട്ടികൾക്കും നട്ടലുള്ള ചങ്കൂറ്റമുള്ള ഏത് വെല്ലുവിളിയെയും ഈ കെട്ടകാലത്ത് നേരിടാൻ തയ്യാറുള്ള ആളുകൾക്ക് മാത്രമേ ഇന്നത്തെ കാലത്ത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റുള്ളൂ. അത് നടത്താൻ പറ്റുന്നവരുണ്ട്, ഞങ്ങൾക്ക് ശക്തമായിട്ടുണ്ട്. എല്ലാവരും പൊഴിഞ്ഞു പോയിട്ടും തെലങ്കാന ഞങ്ങൾ ജയിച്ചത്, ഞങ്ങളുടെ MLA-മാരെ മുഴുവൻ അട്ടിമറിപ്പിച്ച് അപ്പുറത്ത് കൊണ്ടുപോയിട്ടും കർണാടക തിരിച്ചു നിർത്തിയതും ആ ആർജവമുള്ള നേതാക്കന്മാരും കോൺഗ്രസിനൊപ്പം ഉണ്ട്. എത്ര പേർ കൊഴിഞ്ഞു പോയാലും അതിന് 10 മടങ്ങായി പുതിയ നിര കേരളത്തിൽ ഇന്ത്യയിലും കോൺഗ്രസ്സിൽ വരും എന്നുള്ളത് കൊണ്ടാണത്. ഞങ്ങൾക്കതുകൊണ്ട് ഒരു പേടിയില്ല. ഈ ഒരു ദുർഭരണത്തിനെതിരായിട്ടുള്ള, ഈ ഒരു ഫാസിസ്റ്റ് ഭരണത്തിനെതിരായിട്ടുള്ള പോരാട്ടം എന്ത് വില കൊടുത്തും മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും.